ഇന്ത്യൻ ആർമിയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത്. സോ ഇതിന് മുൻപ് നമ്മൾ ആൺകുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൺകുട്ടികൾ കാണുകയാണെങ്കിൽ നേരത്തായ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത് പെൺകുട്ടികളുടെ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാവുന്നതാണ്. ആദ്യം തന്നെ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്ക് പെൺകുട്ടികൾക്ക് വേണ്ടി വുമൻസിന് വേണ്ടിയാണ് വിളിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണ്. ചെറിയ ഡിഫറൻസ് വരുന്നുണ്ടെന്നേ ഉള്ളൂ. ഫിസിക്കലിലും മറ്റുള്ള കാര്യത്തിലൊക്കെ ഏജും ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. സോ ഏജ് പറയാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 19 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അൺമാരീഡ് ആയിട്ടുള്ള പെൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. പിന്നെ ഗ്രാജുവേഷൻ ഡിഗ്രി വേണമെന്നാണ് പറയുന്നത്. അതുപോലെ മിനിമം ഓഫ് ബി ഗ്രേഡ് നിർബന്ധമായിട്ട് വേണം. ബി ഗ്രേഡ് സി സർട്ടിഫിക്കറ്റിൽ NCCയിൽ ഉണ്ടാവണം. NCC എക്സാം എന്ന സമയത്ത് സി സർട്ടിഫിക്കറ്റ് എക്സാമിന് എന്ത് വേണം? ബി ഗ്രേഡ് എങ്കിലും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. NCC എയും ബിയും ഉണ്ടായിട്ട് കാര്യമില്ല. സർട്ടിഫിക്കറ്റ് സി തന്നെ വേണം. ആ സിയിൽ ബി ഗ്രേഡ് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഡിപ്ലോമയിൽ NCC ഡിപ്ലോമയും സി സർട്ടിഫിക്കറ്റ് NCC ഒക്കെ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അതൊന്നും ഉണ്ടായാൽ പറ്റില്ല. ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ നിർബന്ധമായിട്ട് വേണം. ഡിഗ്രിയും NCCയിലെ സി സർട്ടിഫിക്കറ്റ്, മറ്റ് ക്വാളിഫിക്കേഷനിലൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് ശ്രദ്ധിക്കുക. ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ടോട്ടലുള്ള വേക്കൻസി നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് 5 ഒഴിവുണ്ട്. ഒരു വേക്കൻസി എക്സ്ട്രാ എന്ത് ചെയ്യുന്നുണ്ട്? ബാറ്റിലൊക്കെ വീരമൃത്യു വരിച്ചിട്ടുള്ള പട്ടാളക്കാരുണ്ടാവുമല്ലോ, ആർമിയിലൊക്കെ ഉള്ളവർ. അപ്പോൾ അവരുടെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ റിസർവ് ചെയ്തിട്ടുണ്ട്. ആൺകുട്ടികളുടെ നോട്ടിഫിക്കേഷനിൽ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള റിസർവ് ചെയ്തിട്ടുണ്ട്. അത് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് പരീക്ഷയൊന്നുമില്ല. ആദ്യം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നു, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം SSB ഇൻ്റർവ്യൂ ഉണ്ടാവും. അത് പാസ്സാവുന്നവർക്ക് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ മെറിറ്റ് ലിസ്റ്റ്, ജോയിനിങ് ലെറ്റർ. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ സെലക്ഷൻ പോകുന്നത്. നല്ല ഉയർന്ന ശമ്പളത്തിൽ ആർമിയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരം തന്നെയാണ് ഇത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ലെഫ്റ്റനൻ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ പോസ്റ്റിംഗ് ആവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഫോർ റിലീസ് എന്ന് പറയുന്നത് ആദ്യത്തെ 5 വർഷത്തിൽ വേണ്ടിക്കൽ സർവീസ് കഴിഞ്ഞ് ഇറങ്ങി വരാം. അല്ലെ 10 വർഷം, അല്ലെ 14 വർഷം. ഇതാണ് നമുക്ക് പരമാവധി സർവീസ് ചെയ്യാൻ പറ്റുന്നത്. എല്ലാന്നാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പെർമനന്റ് കമ്മീഷനിലേക്ക് മൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ ആഫ്റ്റർ 10 ഇയറിന് 10 വർഷത്തിന് ശേഷം പെർമനന്റ് കമ്മീഷനിലേക്ക് വേണ്ടിക്കൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി അവിടുന്ന് മാറാം. പിന്നെ റിലീസിംഗ് ബെനിഫിറ്റ് ഒക്കെ നിങ്ങളുടെ ഡ്യൂട്ടിയും സർവീസ് ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്തിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും റിലീസ് ചെയ്യുക എന്നുള്ളതും കൂടി ഇവിടെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അൺമാരീഡ് ആയിട്ടുള്ള പെൺകുട്ടികൾക്കാണ് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കാൻ ശ്രദ്ധിച്ചിരിക്കുക. 19 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 2 ജാൻ 2002-നും അതുപോലെ 1 ജാൻ 2008-നും ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. പിന്നെ NCCയിൽ സി സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് അപേക്ഷിക്കാൻ സാധിക്കും നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ഡിഗ്രി വേണം. ബാച്ചിലേഴ്സ് ഓഫ് ഡിഗ്രി ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഫൈനൽ ഇയർ ഡിഗ്രി പഠിക്കുന്നവരും അപേക്ഷിക്കാനായിട്ട് എലിജിബിൾ ആയിരിക്കും എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു NCC ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റാണിത്. ഇനി NCC ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡും കൂടി പറഞ്ഞു തരാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീരമൃത്യു വരിച്ചിട്ടുള്ളവരുടെ മക്കളില്ലേ, പെൺകുട്ടികളായിട്ടുള്ള കുട്ടികൾ, അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ആ ഒരു രീതിയിൽ അപേക്ഷിക്കാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവരുടെ ക്വാളിഫിക്കേഷൻ ഒരു ഡിഗ്രി മാത്രം മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. പിന്നെ NCC സർട്ടിഫിക്കറ്റ് അവർക്ക് റിക്വയർഡ് അല്ല എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അവർക്ക് NCC സർട്ടിഫിക്കറ്റ് വേണ്ട, ബാക്കി എല്ലാവർക്കും വേണം. 6 ഒഴിവാണ് മൊത്തത്തിലുള്ളത്. ഒരു ഒഴിവ് ഞാൻ പറഞ്ഞല്ലോ, വാറിലൊക്കെ യുദ്ധത്തിലൊക്കെ വീരമൃത്യുവൊക്കെ വരിച്ചിട്ടുള്ള പട്ടാളക്കാരുടെ മക്കൾക്കുള്ളതാണ് അത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നല്ലൊരു അവസരമാണ്. എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പോസ്റ്റിങ്ങും കാര്യങ്ങളും ഫിസിക്കലിൻ്റെ ഒക്കെ കാര്യങ്ങൾ നോക്കാം. ഫിസിക്കൽ 2.4 കിലോമീറ്റർ 13 മിനിറ്റിൽ പെൺകുട്ടികൾ ഓടി കവർ ചെയ്യണം. ഓട്ടാണ്. പുഷപ്സ് 15 എണ്ണം പറയുന്നുണ്ട്. പുള്ളപ്സ് ഏകദേശം 2 എണ്ണം പറയുന്നുണ്ട്. സിറ്റപ്സ് ഏകദേശം 25 എണ്ണം പറയുന്നുണ്ട്. സ്ക്വാട്സ് 2 സെറ്റ്സ് 30 റിപ്പീറ്റേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ലഞ്ചസ് 2 സെറ്റ്സ് 10 റിപ്പീറ്റേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സ്വിമ്മിങ്ങിൻ്റെ ഫണ്ടമെന്റൽസ് അറിഞ്ഞിരിക്കണം. അതായത് നീന്തുന്നതിൻ്റെ ഒരു അടിസ്ഥാനം അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ആദ്യം തന്നെ നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റനൻ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എത്ര വർഷം കഴിഞ്ഞിട്ടാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങളുടെ ശമ്പളം 56,100 ട്രെയിനിങ് സമയം ലഭിച്ചു തുടങ്ങും. ഏകദേശം ഫസ്റ്റ് റാങ്ക് തന്നെ ലെഫ്റ്റനൻറ്റിന് തന്നെ 1,77,500 രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണത്. പിന്നെ മിലിറ്ററി സർവീസ് പേ എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് ഒരു അലവൻസ് ആണത്. ലെഫ്റ്റനൻറ്റ് മുതൽ ബ്രിഗാഡിയർ വരെ 15,500 രൂപ സ്ഥിരമായിട്ട് മാസം ലഭിച്ചുകൊണ്ടിരിക്കും. അതായത് ലെഫ്റ്റനൻറ്റ് ഇതാണ്. ഈ റാങ്ക് മുതൽ നിങ്ങൾ കയറുന്ന റാങ്ക് മുതൽ ബ്രിഗാഡിയർ റാങ്ക് വരെ ലഭിച്ചുകൊണ്ടിരിക്കും. അവിടെ തന്നെ 2,17,600 രൂപ ശമ്പള ഇനത്തിൽ മാത്രമുണ്ട്. പിന്നെ ഫിക്സ്ഡ് സ്റ്റൈപ്പൻഡ് കാഡറ്റ് ട്രെയിനിങ് ടൈമിലുള്ള നമുക്കുള്ള ഒരു ആനുകൂല്യം കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ അലവൻസ് ആണ് കേട്ടോ. അലവൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെ അലവൻസ്, ഇതിൻ്റെയൊക്കെ വീഡിയോ സ്പെഷ്യലായിട്ട് നമ്മളെന്നും പറയുന്ന പോലെ ചെയ്യേണ്ട വരും. ഡ്രസ് അലവൻസ് 20,000 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ബാക്കിയുള്ള ഓരോ അലവൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ്, പിന്നെ അവർക്ക് തന്നെയുള്ള
ഹോസ്റ്റൽ സബ്സിഡി അലവൻസ് 6,750 രൂപ ഏകദേശം മാസം ലഭിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരുപാട് ആനുകൂല്യമൊക്കെയുള്ള നല്ലൊരു പോസ്റ്റിംഗ് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇപ്പോൾ NCC ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. 21 ജൂലൈ 2026 അപേക്ഷ തുടങ്ങിയിട്ടുള്ളത്. 21 ഓഗസ്റ്റ് 2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. സോ ഇതുപോലുള്ള അപ്ഡേറ്റ് കൃത്യമായി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് പ്രോപ്പറായി ഫോളോ ചെയ്താൽ മാത്രം മതി. ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട.